അമേരിക്കയുമായുള്ള യുദ്ധം വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ പുതിയ നിർദ്ദേശത്തിൽ ട്രംപ് തൃപ്തനല്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇറാന്റെ നീക്കം. അതിനിടെ ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചെന്ന് ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. ഗൾഫിൽ നിന്നുള്ള എണ്ണവാതക നീക്കം സ്തംഭിക്കുന്നത് വരും ആഴ്ചകളിൽ ലോകവിപണിയിൽ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇന്നലെ ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് യുദ്ധം വീണ്ടും ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ സൈനിക ഉദ്യോഗസ്ഥന്റെ പ്രതികരണം വന്നത്. ഇറാനിയൻ സൈന്യത്തിന്റെ കേന്ദ്ര കമാൻഡിലെ മുഹമ്മദ് ജാഫർ അസദിയാണ് യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചത്. അമേരിക്കയുടെ ഏത് നീക്കം നേരിടാനും സായുധ സേന പൂർണ്ണ സജ്ജമെന്നും ഇറാൻ വ്യക്തമാക്കി. അതിനിടെ ഇറാനിൽ തുടർ സൈനിക നീക്കങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അമേരിക്കൻ സെൻട്രൽ കമാൻഡിൽ നിന്നും ലഭിച്ചതായി ട്രംപ് സ്ഥിരീകരിച്ചു. ഗൾഫിൽ നിന്നുള്ള എണ്ണവാതക നീക്കം സ്തംഭിക്കുന്നത് വരും ആഴ്ചകളിൽ ലോകവിപണിയിൽ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ദിവസേന 20 ദശലക്ഷം ബാരൽ എണ്ണ വിതരണം ചെയ്തിരുന്നിടത്ത് നിലവിൽ 1 ബില്യൺ ബാരൽ എണ്ണ മാത്രമാണ് ഹോർമുസ് കടക്കുന്നത്. US ഗ്യാസോലിൻ സ്റ്റോക്കുകൾ കഴിഞ്ഞ ദശാബ്ദത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലായ 222 ദശലക്ഷം ബാരലിലേക്ക് കൂപ്പുകുത്തി. അതേസമയം പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം പാക് കുവൈറ്റ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് ഇരുവരും സംസാരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.